ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇത്ര നാളും വെയിറ്റ് ചെയ്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിക്കഴിഞ്ഞു. അതിമനോഹരമായ അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. ഇന്ന് എന്തൊക്കെയാണ് എപ്പിസോഡിലേക്ക് നടന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ലാലേട്ടൻ വന്നു, നല്ല അടിപൊളി ഇൻട്രോ ഒക്കെ ആയിട്ട് വന്നു. അതിനുശേഷം ലാലേട്ടൻ നമ്മൾ ആ വീടൊക്കെ കാണിച്ചു തന്നു. അതിമനോഹരമായ വീടാണ് കേട്ടോ. ഇത്ര നാളും ഉണ്ടായിരുന്ന സീസൺസിനേക്കാളും കുറച്ചും കൂടെ വലിയ വീടായിട്ട് നമുക്ക് തോന്നി. പക്ഷേ ബെഡ്റൂമൊക്കെ കുറച്ചും കൂടി ചെറുതാണ്. അതിൻ്റേതായ റീസൺസൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുപോലെ ജയിലും വളരെ ചെറുതാണ് കേട്ടോ. പിന്നെ കിച്ചൺ, ഡൈനിങ് റൂം, അങ്ങനെ എല്ലാ റൂംസും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. പിന്നെ അതുപോലെ തന്നെ ഒരു പണിപ്പുര, അവിടെ എന്തോ വലിയ വലിയ പണികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് വന്നു. പിന്നെ ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് വിളിച്ചു തുടങ്ങി. ഈ കണ്ടസ്റ്റൻസൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചെറിയൊരു ഗെയിം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നിന്നിട്ട് ഈ കണ്ടസ്റ്റൻസിൻ്റെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നിന്നിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കുക, റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരൊരു ബാഡ്ജ് അവിടെ വെച്ചിട്ടുണ്ടാവും, ഒരു ടേബിൾ വെച്ചിട്ടുണ്ടാവും. ആ ബാഡ്ജ് ഇവർ കണ്ണ് കെട്ടി തന്നെ എടുക്കണം. അതിനുശേഷം മുന്നോട്ട് ഒരു ക്രോസ് ലൈൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പം ബ്ലൈൻഡ്സ് ആയിരിക്കുക. അതിനുശേഷം അവിടെ റെഡ് കളറിലെ എന്താ പറയുക, ഹോളി പൗഡർ പോലത്തെ ഒരു പൗഡർ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് 7 സീസൺ എന്ന് പറഞ്ഞ ഒരു ഡോറുണ്ട്, ആ ഡോറിൽ പ്രസ് ചെയ്യുക. അതായിരുന്നു കേട്ടോ അവർക്ക് കൊടുത്തിരുന്ന ഗെയിം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ഗെയിം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതിനൊരു ഉദ്ദേശമുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആരുടെയും പേരെങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. കുറച്ച് സീരിയൽ സ്റ്റാർസിനെ മാത്രമേ എനിക്കറിയുള്ളൂ. കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കയറിയത് കോമണറാണ്, അനീഷ് എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ. അദ്ദേഹം ഒരു ഓതറും ഫാർമറൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ജോബുണ്ട്, ആ ജോബ് ലീവ് എടുത്തിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നല്ല ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് കേട്ടോ പുള്ളി വന്നത്. അവിടെ എന്തോ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. നമുക്ക് കണ്ടറിയാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ആദ്യം തന്നെ നമ്മൾ ലാലേട്ടൻ വെൽക്കം ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മുടെ അനുമോൾ, സീരിയൽ ആർട്ടിസ്റ്റ് അനുമോളിനെയാണ് വെൽക്കം ചെയ്തത്. അനുമോളും ഹൗസിലേക്ക് കയറി. പിന്നെ അതിനുശേഷം വന്നത് ആര്യൻ ഒരു ആക്ടർ മോഡലൊക്കെയാണ് കേട്ടോ. അതിൽ പലരും അടിപൊളിയാണ്, കാണാൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇവർക്കൊക്കെ പുതിയ ആൾക്കാരില്ലേ, നമുക്ക് കണ്ടറിയാം. നാളെ മുതലാണ് അറിയാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം കലാഭവൻ സരിക നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണല്ലോ. പുള്ളിക്കാർ കുറേ കോമഡിയൊക്കെ ചെയ്യാറുണ്ട്, സ്കിറ്റും പിന്നെ അതുപോലെ പല സീരിയൽസിലും നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പുള്ളിക്കാരി. പിന്നെ വേറെ അക്ബർ ഖാൻ എന്ന് പറഞ്ഞാൽ അത് സിംഗറാണ് കേട്ടോ. അക്ബർ ഖാൻ അതിമനോഹരമായിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടാണ് അക്ബർ ഖാൻ വന്നത്. എങ്ങനെയാണെന്ന് ഇവരുടെ ക്യാരക്ടേഴ്സൊന്നും നമുക്ക് അറിയില്ല, നാളെ മുതൽ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അടുത്തത് RJ ബിൻസി, കോട്ടയത്തുള്ള RJ എന്നാണ് പറഞ്ഞത്. RJ ബിൻസി വളരെ പ്ലീസിങ് ആയിട്ടുള്ള നല്ല സ്മൈലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി. പിന്നെ ഓണൽ സാബു, അദ്ദേഹം ഒരു ലോയറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹമായിരുന്നു അടുത്ത ആൾ. പിന്നെ നെക്സ്റ്റ് വൺ ബിന്നി സെബാസ്റ്റ്യൻ, ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ് കേട്ടോ, സീരിയൽ ആക്ട്രസ്സാണ് പുള്ളിക്കാർ. ഞാൻ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. സീരിയൽ അങ്ങനെ അധികം കാണാത്തതുകൊണ്ട് അറിയത്തില്ല. പിന്നെ ഒരു അഭിലാഷ്, അദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ ഡാൻസറും ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ആൾ റെന ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറാണെന്നാണ് പറഞ്ഞത്. പിന്നെ മുൻഷി രഞ്ജിത്ത്, നമ്മൾ മുൻഷി വളരെ ഫേമസ് ആയിട്ടുള്ള ഏഷ്യാനെറ്റിലൊരു മുൻഷി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു കുറച്ച് നേരത്തുള്ളൊരു 5 minutes 10 minutes ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ അതുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ്, എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായിട്ടുള്ള ആളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഗസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുണ്ട്. അവർ ഒരു ഹിന്ദി ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ മലയാളം ബിഗ് ബോസിൽ എന്തായാലും വേറൊരു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഇവിടെയും കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നത്. ആലപ്പുഴക്കാരിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അമ്മ ആലപ്പുഴയും അച്ഛൻ പഞ്ചാബി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഇൻട്രോയിൽ. പിന്നെ അതുപോലെ അടുത്തത് വന്നത് സരിക, ആങ്കർ ഷാരികയാണ് കേട്ടോ വന്നത്. പുള്ളിക്കാരി നമ്മൾ ഇപ്പോൾ കുറച്ച് വിവാദമായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയൊക്കെ. പക്ഷേ അതൊക്കെ അകത്ത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ചെന്നാൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും പുള്ളിക്കാരി ആണ് അടുത്ത് വന്നത്. പിന്നെ അടുത്ത് നമ്മുടെ ആക്ടർ ഷാനവാസാണ് കേട്ടോ. അദ്ദേഹം വളരെ നമുക്കൊരു എന്താ പറയുക,
എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ളൊരു ആൾ തന്നെയാണ്. പിന്നെ നെവിൻ ഒരു മോഡലാണ്, പിന്നെ കൊറിയോഗ്രാഫറൊക്കെ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി മറ്റേ പോയിൻറ്റഡ് ഹീൽ ഷൂസൊക്കെ വെച്ചിട്ടാണ് വന്നിട്ട്, അതൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ നോറ ആദില അവരൊരു ലെസ്ബിയൻ കപ്പിൾസാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും കൂടെ രണ്ട് വ്യക്തികളാണെങ്കിലും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് എൻ്റർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ശൈത്യ ഒരു ആക്ട്രസ്സാണ്. നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ ശൈത്യയുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ശൈത്യ ഒരു അഡ്വക്കേറ്റും കൂടെയാണ്. പിന്നെ അടുത്തത് നമ്മുടെ രേണുസുതി. അറിയാലോ, രേണുസുതിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേമസ് ആയിട്ടുള്ള ആളാണ് രേണുസുതി. പിന്നെ ലാസ്റ്റ് കയറിയത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ ആ പാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്രയും പേര് 20 കണ്ടസ്റ്റൻസാണ് കയറിയിരിക്കുന്നത്. അതിൽ 19 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ആ ലെസ്ബിയൻ കപ്പിൾസിനെ ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ 2 ഗായികമാരുണ്ടല്ലോ, അമൃത സുരേഷും അഭിരാമി സുരേഷും, അങ്ങനെ 2 സിസ്റ്റേഴ്സ് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് കയറുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പിൾസ് ഇതുപോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും കയറുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ഇവർ മിക്കവാറും തോന്നുന്നു ലെസ്ബിയൻ കപ്പിൾസാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു കണ്ടസ്റ്റൻ്റായിട്ടായിരിക്കും മിക്കവാറും കയറുക. അങ്ങനെ ഇവരെല്ലാവരും കയറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഈ കണ്ടസ്റ്റൻസ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഗെയിം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പറോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഏത് വഴി പോകണം എന്നുള്ള പറഞ്ഞു കൊടുക്കുക. ഇവർ ബ്ലൈൻഡ്സ് വെച്ചിട്ട് ആണ് നടന്ന് അവരുടെ ബാഡ്ജ് എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഗെയിംസ് എന്തിനാണ് നിങ്ങൾക്ക് തന്നതെന്ന് ലാലേട്ടൻ പല പ്രാവശ്യം എല്ലാ കണ്ടസ്റ്റൻസിനും ചോദിച്ചു. പക്ഷേ ആർക്കും അതറിയില്ലായിരുന്നു. എന്തായാലും അതിൻ്റെ പുറകിലൊരു 7ൻ്റെ പണിയുണ്ടായിരുന്നു എന്ന് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും ഹൗസിലെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസിൻ്റെ സൗണ്ട് വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും ക്ലാപ്പ് ചെയ്തു ബിഗ് ബോസിൻ്റെ സൗണ്ട് കേട്ടപ്പം. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ആ സോഫയിൽ വന്നിരിക്കാൻ പറഞ്ഞു. എല്ലാവരും സോഫയിൽ ചെന്നിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, എന്തിനാണ് നിങ്ങളൊക്കെ വിളിച്ചതെന്നറിയാമോ, നിങ്ങൾക്കൊരു 7ൻ്റെ പണിയാണ് ഞാൻ അടുത്ത് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒന്ന് ഞെട്ടലായി, എന്താണ് ഈശ്വര 7ൻ്റെ പണി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ കയറാനത്ത് നിങ്ങൾക്കൊരു ഗെയിം തന്നില്ലേ? തന്നു. അപ്പോൾ ആ ഗെയിമിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള 3 പേരെ കാണിച്ചു. ഒന്ന് ആര്യനാണ്, അതായത് ആക്ടർ മോഡൽ എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ബിന്നി സെബാസ്റ്റ്യൻ, ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മുടെ ഷാനവാസ് ആക്ടർ. ഇവർ 3 പേരാണ് കേട്ടോ അതിൽ വിന്നേഴ്സായിട്ട്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബിന്നിയാണ് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കിനി അടുത്തത് നിങ്ങളുടെ സൂട്ട് കേസ് റൂമിലുണ്ടാവും, അപ്പം നിങ്ങൾക്ക് അതുവഴി എടുക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ ഓക്കെ, നമുക്കിനി സൂട്ട് കേസ് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് എല്ലാവരും സൂട്ട് കേസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ അവിടെ പണി വന്നേക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ 7ൻ്റെ പണി. എന്താ പണിയെന്നല്ലേ, നമ്മുടെ ഈ വിന്നേഴ്സായ 3 പേർക്ക് മാത്രം അവരുടെ ഫുൾ ഡ്രസ്സുകളും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. എല്ലാവർക്കും ആകെ ടെൻഷനായി, എന്ത് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വന്നിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അവർക്ക് ആ ഡ്രസ്സിൻ്റെ കൂടെ ഓരോ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഇങ്ങനെ ആമിൽ കെട്ടാൻ പറ്റുന്ന ഒരു സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർസ് നിങ്ങൾ കയ്യിൽ കെട്ടുക, നിങ്ങളിത് മിസ്സാവാതെ നോക്കണം. ഈ സ്റ്റാർസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സൂട്ട് കേസ് പോകും. മറ്റവരുടെ പോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഇവർക്ക് കിട്ടുള്ളൂ. ഇനി ആർക്കാണോ ആ സ്റ്റാർ കിട്ടിയത് അവർക്ക് അവരുടെ സൂട്ട് കേസ് ഫുൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം നാളത്തെ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചേക്കുന്നത് പൊരിഞ്ഞടിയാണ് ആ സ്റ്റാറിന് വേണ്ടിയിട്ട്. നാളെ എന്താവും നമുക്ക് കണ്ടറിയാം. ആരോ ബാത്റൂമിൻ്റെ അകത്തൊക്കെ പോയിരിക്കുന്നു, അതിനകത്ത് അനീഷ് കൊട്ടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പുറത്ത് വരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിടുന്നു. അങ്ങനെ ആകെ ബഹളം ഫസ്റ്റ് ഡേ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നാളെ എന്താവും അറിയില്ല. ഞാൻ എന്തായാലും എപ്പിസോഡ് റിവ്യൂസാണ് ചെയ്യുന്നത് കേട്ടോ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാനും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് സംഭവിച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ റിവ്യൂ? ഞാൻ ഫസ്റ്റ് ടൈമാണ് റിവ്യൂ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിമനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നാളത്തെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.